ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലിസറിനെ പറ്റിയാണ്. നിങ്ങൾ ഏതെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമല്ലോ, മോയ്സ്ചറൈസറോ ബോഡി ലോഷനോ സോപ്പോ ഫേസ് വാഷോ എന്തെങ്കിലും, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഗ്ലിസറിനെ പറ്റിയാണ്. ഇനി നിങ്ങൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ അടുത്ത് സ്കിൻ കെയറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സെലിബ്രിറ്റീസും പറയുന്നത് അവർ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ടെന്നാണ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് ഗ്ലിസറിൻ, എങ്ങനെയാണ് ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ടത്, ഗ്ലിസറിൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് സ്കിന്നിലെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ. സോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. അതിന് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറയാം. ഒരു വാട്ടർ മാഗ്നറ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാട്ടറിനെ വലിച്ചെടുത്ത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ഹ്യൂമക്റ്റൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്ലിസറിൻ എങ്ങനെയാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് ആവുന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ ഗ്ലിസറിൻ്റെ ടെക്സ്ചർ വരുന്നത് ഒരു സ്റ്റിക്കി അല്ലെങ്കിൽ ഒരു സിറപ്പ് പോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ ഈ ഒരു ഗ്ലിസറിന് വരുന്നത്. അപ്പോൾ ഇത് ഹൈ കോൺസെൻട്രേഷനിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് ഒരിക്കലും സ്കിന്നിലോ ഫേസിലോ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗ്ലിസറിൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും ഗ്ലിസറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ തരും കേട്ടോ. ഇത് ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, നോർമൽ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിന്നോ കോമ്പിനേഷൻ സ്കിന്നോ ഏത് ടൈപ്പ് സ്കിന്നിലാണെങ്കിലും നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഗ്ലിസറിൻ നമ്മൾ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലിസറിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് നമ്മുടെ എയറിലൊക്കെയുള്ള ഈ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് അറിയില്ല. എങ്കിലും നമ്മുടെ ഈ എയറിലുള്ള വാട്ടറിനെ എന്ത് ചെയ്യും, ഇത് അട്രാക്ട് ചെയ്യും. ഈ ഹ്യൂമിഡിറ്റിയിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വാട്ടറിനെ അട്രാക്ട് ചെയ്ത് സ്കിന്നിൽ വെച്ചിട്ട് അതിനെ ലോക്ക് ചെയ്ത് വെക്കും, പുറത്ത് പോകാതെ അതിനെ അവിടെ തന്നെ വെക്കും. അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഇത് ഹൈഡ്രേഷൻ തരുന്നത്. അപ്പോൾ ഈ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്ലിസറിനാണ് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എയറൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമാണെന്ന് വയ്ക്കുക. ആ സമയത്ത് ഇതിന് വലിച്ചെടുക്കാനായിട്ട് വെള്ളം എങ്ങും ഉണ്ടാവില്ല, എയറിലൊന്നും വാട്ടർ പാർട്ടിക്കിൾസ് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാട്ടറിനെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്ലിസറിൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് ഡൈല്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് മോസ്റ്റ് കോമൺലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതും എല്ലാവരും ചെയ്യുന്നതുമായിട്ടുള്ളത് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം റോസ് വാട്ടറിന് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതും ഈ ഗ്ലിസറിനോടെ ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലൊരു റോസ് വാട്ടർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്ലിസറിൻ എത്ര എടുക്കുന്നോ അതിൻ്റെ 3 മടങ്ങ് 3 ടൈംസ് നമ്മൾ റോസ് വാട്ടർ എടുക്കണം കേട്ടോ. 1 സ്പൂൺ ഗ്ലിസറിനാണെങ്കിൽ 3 സ്പൂൺ റോസ് വാട്ടർ, 30 ml ഗ്ലിസറിനാണെങ്കിൽ 90 ml റോസ് വാട്ടർ. ഈ ഒരു 1:3 എന്നുള്ള റേഷ്യോയിൽ വേണം നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് സ്കിന്നിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും, ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൈല്യൂട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഈ ഗ്ലിസറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലൊരു ഹൈഡ്രേഷൻ തരും കേട്ടോ. അതായത് ഇതെല്ലാ സ്കിന്നിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം.
പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഡ്രൈ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഈ സ്ക്രീനിലൊക്കെ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ കാലുകളൊക്കെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടാണ്, നിങ്ങൾ എന്തായാലും അത് പോയി കണ്ടു നോക്കണം. സോ ഈ ഗ്ലിസർ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആണോ ഏത് സ്കിന്നിലാണെങ്കിലും ഇത് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയെന്ന് വിചാരിച്ചാൽ ഈ ഓയിലി സ്കിന്നിലൊക്കെ അത് ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആണല്ലോ ഓയിലി സ്കിൻ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുമോ എന്നുള്ളത്. ഈ ഓയിലി സ്കിന്നിൽ ഓയിൽ വരുന്നതും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് രണ്ടാണ് കേട്ടോ. ഇത് ഓയിൽ പ്രൊഡക്ഷനെ ഒന്നും കൂട്ടുകയല്ല, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഗ്ലിസറിൻ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ഡൈല്യൂട്ട് റോസ് വാട്ടറിൻ്റെ ഒപ്പം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളത് ആരും മറക്കരുത്. അത് മാത്രമല്ല, ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഈ ഹൈലറോണിക് ആസിഡിൻ്റെ അതേ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഹൈലറോണിക് ആസിഡും സെയിം എഫക്റ്റുകൾ അല്ലെങ്കിൽ സെയിം ഗുണങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പക്ഷേ വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഗ്ലിസറിനാണ്. അത് മാത്രമല്ല, ഗ്ലിസറിൻ ചീപ്പാണെന്ന് വെച്ചിട്ട് അതാരും ഉപയോഗിക്കാതിരിക്കില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.